ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. നമ്മൾ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സാധനം തുറക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ്. എൻ്റെ ഇപ്പോൾ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം 10-11 മാസമായി. കുഞ്ഞിന് 1 വയസ്സാവുന്നു. അപ്പോൾ നമ്മൾ ഈ കാലയളവിൽ ഞാൻ ഇങ്ങോട്ടും കാര്യമായിട്ട് എങ്ങും പുറത്തേക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. ഫങ്ഷൻസിനോ അങ്ങനെയൊന്നും 1-2 പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ കുഞ്ഞിനെ കൊണ്ടൊന്ന് ഡോക്ടറെ കാണിക്കാനൊക്കെ പോയി. അല്ലാതെ ഫങ്ഷൻസിനൊന്നും പോകുന്നില്ല. ആൾ കൂടുന്ന സ്ഥലത്തൊക്കെ പോയാൽ കുഞ്ഞിന് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല എന്നോർത്ത് അങ്ങനെയൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങും പോകാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ മേക്കപ്പ് സാധനങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് കണ്ണെഴുതും, അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് എല്ലാം, മസ്കാര, ഐലൈനർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം വന്നിരിക്കുകയാണ്, നമ്മുടെ അനിയത്തിയുടെ. ഞാനപ്പോൾ ഒന്ന് പരിശോധന നടത്തിയപ്പോൾ മനസ്സിലായി എനിക്ക് ഒരു മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഇല്ല. എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ പൂത്തിരിക്കുന്നു. അങ്ങനെ കുറച്ച് ഷോക്കാവസ്ഥ. ഐലൈനറൊക്കെ കട്ട പിടിച്ച് പോയി. മസ്കാര വലിച്ചിട്ട് വരുന്ന പോലുമില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു പുറത്ത് പോയി പരതി വാങ്ങാനുള്ള സമയമൊന്നുമില്ല, ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഓഫറിൽ കുറച്ച് മേബിലിൻ്റെ പ്രോഡക്റ്റ്സ് കിട്ടി നമുക്ക്. അതപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തു. ഒരു 3 ദിവസത്തിനുള്ളത് വന്നു കേട്ടോ. മേബിലിൻ്റെ ഒരു കിറ്റാണ് കേട്ടോ ഇത്. ഇതിൽ ഐലൈനർ, കാജൽ, മസ്കാര, ഒരു മേക്കപ്പ് റിമൂവർ, ഒരു ക്ലെൻസറുണ്ട്. അത്ര സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സിംഗിളായിട്ട് നമ്മളത് വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് വരും. അതൊരു കിറ്റായിട്ട് കിട്ടി നമുക്ക്. സാധാരണ ഞാൻ ഇങ്ങനെയൊന്നുമല്ല വലിച്ച് പറിച്ചൊക്കെ തുറന്ന് നോക്കുന്നതാണ്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെറുതിൻ്റെ ഒരു പേപ്പർ വർക്ക് ചെയ്യുന്ന ഒരു കത്രിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്തൊക്കെ കാണിക്കുകയാണ് കേട്ടോ. ഷോ തന്നെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഐലൈനറുണ്ട്, വാട്ടർ പ്രൂഫ് ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഒരു മസ്കാര ഉണ്ട്. എൻ്റെ മസ്കാരയൊക്കെ കട്ട പിടിച്ച് പോയതുകൊണ്ട് ഒരു പുതിയ മസ്കാര വാങ്ങി. പിന്നെ ഉള്ളത് ഒരു കാജലാണ്. ഞാൻ കൂടുതലായിട്ടും മേബിലിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ഈ ഡെലിവറി കഴിഞ്ഞ ഇടയ്ക്ക് എന്തോ ഒരെണ്ണം ഞാൻ വാങ്ങിപ്പിച്ചായിരുന്നു. അപ്പോൾ അത് L18 എന്തോ ആണ്, പക്ഷെ അതും കുഴപ്പമില്ല കേട്ടോ. ബ്ലൂ ഹെവൻ്റെ വാങ്ങിച്ചായിരുന്നു, ഒരു 100 റുപ്പീസ് റേഞ്ച് വരുന്നു. പക്ഷെ അതത്ര കൊള്ളത്തില്ല, എന്തോരം എഴുതിയിട്ട് അത് കണ്ണി പിടിക്കുന്നില്ല. മേബിലിൻ്റെ ആണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ. ഒരൊറ്റ എഴുത്തിന് തന്നെ നല്ല ഡാർക്കായിട്ട് കിട്ടും. മസ്കാരയൊക്കെ ഞാൻ പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. മസ്കാര മേബിലിൻ്റെ ഞാൻ ലാക്മേയുടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല റിവ്യൂസൊക്കെ ഉള്ള ഐറ്റമാണ്. നല്ല ഒറ്റ എഴുത്തിന് തന്നെ നമ്മൾ ഫേക്ക് ലാഷസ് വെച്ച പോലെ തന്നെ തോന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ വലിച്ച് പറിച്ചൊക്കെ നോക്കണം. വലിച്ച് പറിച്ചിട്ട് അത് എന്തോരം നോക്കിയിട്ട് അത് പോരുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അകത്തുനിന്ന്. പിന്നെ കുടഞ്ഞൊക്കെ നോക്കി ഒരു കണക്കിന് പുറത്തെടുത്ത്. രാവിലെ ആണെങ്കിൽ സവാള അരിഞ്ഞ കൂട്ടത്തിൽ ഞാൻ എൻ്റെ വിരലിൻ്റെ ഒരു പീസും കൂടെ അരിഞ്ഞു വെച്ചു. അതുകൊണ്ട് എനിക്ക് അതൊക്കെ എടുക്കാനായിട്ട് ഒരു പാടുണ്ടായിരുന്നു. എൻ്റെ വിരൽ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനൊരു കോട്ടൺ തുണി കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്നിടക്ക് അതിങ്ങനെ പന്തം പോലെ മുഴിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാനത് വലിച്ചൂരി കളഞ്ഞു. അപ്പോൾ എൻ്റെ മസ്കാരയിൽ കുറച്ച് ബ്ലഡായിപ്പോയി, ഇങ്ങനെ തുള്ളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനതൊക്കെ തൂത്തുപറക്കി. ചോര പോയാലും കുഴപ്പമില്ല, മസ്കാര ഓപ്പൺ ആക്കണമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ തൂത്ത് മസ്കാരയൊക്കെ ഓപ്പൺ ആക്കി നോക്കി. എനിക്ക് എല്ലാ പ്രോഡക്ട്സും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ സിംഗിളായിട്ട് വാങ്ങുമ്പോഴത്തേക്കും നല്ല റേറ്റുള്ള പ്രോഡക്ട്സാണ്. അപ്പോൾ അത് തന്നെ വന്നതേ ഉള്ളൂ. ഡെലിവറി വന്നപ്പോൾ തന്നെ വാതിക്കന്ന് തുറന്ന് പറിച്ചൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത്. നല്ല അടിപൊളി മസ്കാരയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളൊരു 2 പ്രാവശ്യം ഇങ്ങനെ വരച്ചാൽ തന്നെ നല്ല ലാഷസൊക്കെ നല്ല വിടർന്ന് നിൽക്കും. എനിക്ക് ലാഷസും പെരുകൊന്നുമില്ല. അതിൽ എന്തൊക്കെ ചെയ്തിട്ട് അതൊന്നും വളരുന്നില്ല, എന്താ ചെയ്യുക. പിന്നെ ഐലൈനർ ഉണ്ടായിരുന്നു. ഐലൈനർ അടിപൊളിയാണ്, സൂപ്പറാണ്. ഞാൻ ഒരുപാടൊന്നും ഐലൈനർ എഴുതാറില്ല. പിന്നെ കല്യാണമൊക്കെ അല്ലേ എന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ്. കൊമ്പായിട്ട് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ താഴെ വാട്ടർ ലൈനിൽ മാത്രമേ, മുകളിൽ വാട്ടർ ലൈനിൽ മാത്രമേ കണ്ണ് എഴുതാറുള്ളൂ. പക്ഷേ കിട്ടിയതല്ലേ എഴുതിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേബിലിൻ്റെ തന്നെ ഒരു ഐലൈനർ ഉണ്ടായിരുന്നു, സൂപ്പറാണ്. നല്ല
ഇത് ബ്രഷ് ഇത് വലുതായതുകൊണ്ട് നമുക്ക് എഴുതാൻ നല്ല കംഫർട്ടബിളാണ്. നമുക്കിങ്ങനെ വളഞ്ഞൊന്നും പോകത്തില്ല. നമുക്ക് നല്ല സ്റ്റിഫായിട്ട് പിടിച്ചുകൊണ്ട് എഴുതാം. ഞാൻ ഒരുപാട് നാളെ ഐലൈനർ എഴുതിയിട്ട് അതുകൊണ്ട് എനിക്ക് നല്ലോണം എഴുതാൻ പറ്റുമെന്നൊരു അതുണ്ടായിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് നല്ല പോയിൻ്റ് ആയിട്ടുള്ള ബ്രഷ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെറിയ ഒരു ലൈൻ വരയ്ക്കുന്നവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ, ഒറ്റ ലൈനിൽ തന്നെ. പിന്നെ കാജൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. കുറേ നാളുകളായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യാറ്. ഇപ്പോഴാണ് ഇതിൽ 18ലേക്ക് മാറിയത്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടും മാറി മാറി ഉപയോഗിക്കാം. അടിപൊളി സൂപ്പറാണ് കേട്ടോ. കാജലൊക്കെ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ കണ്ണിലൊക്കെ ഉണ്ടാക്കും, പൂത്ത് പറക്കിയൊക്കെ വേണം കളയാനായിട്ട്. അപ്പോൾ അങ്ങനെ കളയാൻ വേണ്ടി ഒരു ക്ലെൻസിങ് വാട്ടറും കിട്ടിയിട്ടോ. അതൊരു അടിപൊളി സാധനം കേട്ടോ, ഗാർണിയറിൻ്റെ. ഇതൊക്കെ കുത്തിപ്പറിച്ചിട്ട് എത്ര വലിച്ചിട്ടും പോരുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരു കണക്കിന് പാടുപെട്ടിട്ടാണ് ഇതൊക്കെ വലിച്ച് പറിച്ചൊക്കെ എടുത്തത്. കൈയും കൂടി മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എല്ലാ സാധനത്തിലും ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കെട്ടിവെക്കാനും പറ്റിയില്ല. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കി അതിന് ഭംഗിയൊക്കെ ആസ്വദിച്ചു. ചേട്ടായി പറയായിരുന്നു, ഇതെന്തിനാ ഇതിന് മാത്രം സാധനം? ഞാൻ പറഞ്ഞു ഇതൊക്കെ ആവശ്യമുള്ളതാണ്, ഇത് അവിടെ എഴുതാനാണ്, ഇതിവിടെ എഴുതാനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാജലാണ് കേട്ടോ. കണ്ണെഴുതാതെ പുറത്തേക്ക് ഇറങ്ങാറില്ല. ഏറ്റവും കൂടുതൽ എന്നെ കണ്ട പനി പിടിച്ച പോലെ ഇരിക്കും കണ്ണെഴുതാതെ പോയി കഴിഞ്ഞാൽ. അങ്ങനെ കാജലും ഒക്കെ തുറന്ന് നോക്കി കേടുപാടൊന്നുമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തി. നമ്മൾ ഓൺലൈൻ വാങ്ങുമ്പോഴത്തേക്കും അത് മസ്റ്റായിട്ട് നോക്കണം. എല്ലാ പ്രോഡക്ട്സും അപ്പം തന്നെ എടുത്ത് നോക്കണം, എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്നൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലെൻസിങ് വാട്ടറാണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് അടിപൊളിയാണ് കേട്ടോ, ഗാർണിയറിൻ്റെ ക്ലെൻസിങ് വാട്ടർ. നമ്മൾ മസ്കാരയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മസ്കാര ഐലൈനറൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊക്കോളും കേട്ടോ. പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ ഇതിന്, ഒരു മണമില്ലാത്ത സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് ഇത് വലിച്ചു പറിച്ചൊക്കെ എടുത്തല്ലോ, ഇതിൻ്റെ ഒന്നും റേറ്റ് ഒന്നും കാണിച്ചില്ലല്ലോ എന്ന്. 199 കാജലിൻ്റെ റേറ്റാണ് കേട്ടോ. പിന്നെ 499 മസ്കാരയുടെ റേറ്റ്. മറ്റേ ഐലൈനറിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അതിൻ്റെ കവർ ഞാൻ കീറിപ്പൊറിച്ച് കളഞ്ഞു അത്. പിന്നെ 1222 രൂപയാണ് ടോട്ടൽ പാക്കിൻ്റെ റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല അഫോർഡബിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങാം കേട്ടോ. 249 ആണ് മറ്റേ ക്ലെൻസിങ് വാട്ടറിൻ്റെ റേറ്റും വരുന്നത് കേട്ടോ. അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വാങ്ങണം കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.